നമസ്കാരം, ഞാൻ സീനിയ ജെറിൻ. അങ്ങനെ ഒരു വനിതാ ദിനം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. സ്ത്രീയായതിന്റെ പേരിൽ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവൾ നടത്തിയ പോരാട്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ. ഇത്തവണത്തെ വനിതാ ദിനാഘോഷങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയും ഉദ്ദേശവും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, ലോകരാഷ്ട്രങ്ങളെ തന്നെ കീറിമുറിക്കുന്ന, നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന ലഹരി എന്ന മഹാവിപത്തുയർത്തുന്ന പ്രശ്നങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു വേദി കൂടിയായി മാറി ഈ തവണത്തെ വനിതാ ദിനാഘോഷ പരിപാടികൾ. കേരളത്തിലെ മിക്ക സംഘടനകളും പ്രസ്ഥാനങ്ങളും ഈ ഒരു ദിനത്തിൽ ഇങ്ങനൊരു ദൗത്യം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ അച്ഛനേക്കാൾ സ്ഥാനം അമ്മയ്ക്കാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതുകൊണ്ട് തന്നെയാണ് വനിതാ ദിനത്തിൽ ഇത്തരം പ്രസക്തമായ ലഹരി എന്ന വലിയ വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണം. ലോകം മുഴുവൻ കോവിഡ് പടർന്നു പിടിച്ച സമയത്ത് നമ്മൾ പരസ്പരം പറഞ്ഞു, ലോകം മുഴുവൻ നശിപ്പിക്കുന്ന ഏറ്റവും ഭീകരമായ അവസ്ഥ അത് കൊറോണ വൈറസ് മൂലമുള്ളതാണെന്ന്. പക്ഷേ ഇന്ന് ഈ 2025 നമ്മൾ മാറ്റി പറയുകയാണ്, കൊറോണയല്ല ലഹരിയാണ് എന്നുള്ളത്. ഇവിടെയാണ് വനിതകളുടെ പ്രാധാന്യമേറുന്നത്. അമ്മമാരും സ്ത്രീകളും ഈ വിഷയത്തിൽ വേണ്ടത്ര ഗൗരവത്തിലെടുത്തുകൊണ്ട് വേണ്ടത്ര ശ്രദ്ധയും പോരാട്ടവും നടത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന ഈ മഹാവിപത്തിനെ ഒരു പരിധിവരെ തുടച്ചു നീക്കാൻ കഴിയൂ എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ലഹരിയുടെ വിഷയത്തിൽ അമ്മമാരെടുക്കുന്ന ഇത്തരം നിശബ്ദ പ്രതികരണങ്ങൾ സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കാനും അതിന്റെ തീവ്രതയും വ്യാപനവും കൂടാനും ഇടയാക്കുന്നുണ്ട് എന്നുള്ളത് മറച്ചുവെക്കാൻ കഴിയാത്ത ഒന്നാണ്. ഒരു ഉദാഹരണം കൂടി പറയാം. ഇക്കഴിഞ്ഞിടയ്ക്ക് ഞാൻ പരിചയപ്പെട്ട 33 വയസ്സുകാരനായ വിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ. അവൻ വിവാഹത്തിന് മുമ്പ് തന്നെ ലഹരിക്ക് അടിമയായിരുന്നു. വിവാഹം കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷമായിരുന്നു അവന്റെ ഭാര്യയ്ക്ക് പോലും അത് മനസ്സിലായത്. അറിഞ്ഞ നിമിഷം മുതൽ അവന്റെ ഭാര്യ വളരെ ശക്തമായ രീതിയിൽ അതിനെതിരെ പ്രതികരിച്ചു. അപ്പോഴൊക്കെ വളരെ ശക്തമായ രീതിയിൽ അവന്റെ പ്രതികരണം വരികയും വീട്ടിൽ ഭയങ്കരമായ ബഹളം ഉണ്ടാവുകയും ചെയ്തപ്പോൾ നിശബ്ദമായ അവന്റെ അമ്മയുടെ സപ്പോർട്ടും ഇതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. നീ അവന്റെ കാര്യം നോക്കണ്ട, അവനെ അവന്റെ ഇഷ്ടത്തിലേക്ക് വിട്ടേക്ക് എന്നുള്ളതായിരുന്നു അവന്റെ അമ്മയുടെ പ്രതികരണവും. ഇതുപോലെ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ നാട്ടിൽ എത്രയെത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ട്. തന്റെ കുട്ടി ലഹരിക്ക് അടിമയാണെന്ന് കൃത്യമായി അറിയാമായിരുന്നിട്ടും, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കൃത്യമായി അറിയാമായിരുന്നിട്ടും പല അമ്മമാരും അതിനെ നിശബ്ദമായി സപ്പോർട്ട് ചെയ്യുന്ന പ്രവണത നമ്മുടെ ചുറ്റും കണ്ടുവരുന്നു. ഇത് പൊതുസമൂഹം അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നാണക്കേട്, ഇത് ആരോട് പറയുമെന്നറിയാത്തൊരവസ്ഥ, ഇനി പറഞ്ഞു കഴിഞ്ഞാലും അതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്നറിയാത്ത അവസ്ഥ, ഇനി ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചാൽ അതൊക്കെ കുട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാനസികമായ അവസ്ഥകൾ, ഇനി കുട്ടിയുടെ ആത്മഹത്യാ പ്രവണതകളും, ഇങ്ങനെയുള്ളതെല്ലാം ഒരു പക്ഷേ ഒരമ്മയെ ലഹരി എന്ന വലിയ പ്രശ്നം മനസ്സിലാക്കിയിട്ട് പോലും ലോകത്തോട് പറയാൻ മടിക്കുന്ന വസ്തുതകളാണ്. മാസ്ക് ധരിച്ചും അകലം പാലിച്ചും കൊറോണയെ നമ്മൾ ചെറുത്തു നിന്നതുപോലെ നമുക്കെല്ലാം ഒറ്റക്കെട്ടായി പോരാടാം. അമ്മമാരും സ്ത്രീകളും ഇതൊരു വലിയ പോരാട്ടമായി ഏറ്റെടുക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.